അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 30 വയസ്സിനുള്ളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെ? ഞാൻ അധികം സമയം വലിച്ചു നീട്ടി നിങ്ങളോട് സംസാരിക്കുന്നില്ല. 30 വയസ്സിനുള്ളിൽ, ഇപ്പോൾ ഒരു 30 വയസ്സിൽ കുറവുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ കൂടുതലുള്ള ആൾക്കാർക്കും ഇത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അവരും കാണും. 30 വയസ്സിനുള്ളിൽ പ്രായമുള്ള വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ, ഇതാണ് ഞാൻ തമ്പനയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, അവസാനം വരെ വീഡിയോസ് കാണാം. 30 വയസ്സിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ എല്ലാവരും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്, എല്ലാ മനുഷ്യനും, പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ, എക്സ്പെഷ്യലി ആൺകുട്ടികൾ ഒരു 30 വയസ്സാണ് അവരുടെ ടേണിംഗ് പോയിന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കിട്ടില്ല, അല്ലെങ്കിൽ വലിയ ജോലി, ഭാരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളാണ് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ 30 വയസ്സിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുക, കരിയർ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം, അത് ഏകദേശം ഒരു നല്ലൊരു സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ക്യാഷ്, മണി, ഈ സാധനങ്ങളും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. 3 കാര്യങ്ങളായിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം 30 വയസ്സിനുള്ളിൽ നമ്മൾ ഏകദേശം ഒരു 20 വയസ്സ്, 22 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഏകദേശം ഒരു പ്രായമൊക്കെ ആവും. നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞുള്ള പ്രായമൊക്കെ ആയിട്ട് വരുന്ന ഒരു സമയമാണ്, പെൺകുട്ടിയൊക്കെയാണെങ്കിലും ആൺകുട്ടിയൊക്കെയാണെങ്കിലും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിയെ പറ്റിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത്, നിങ്ങൾ ഒരു നല്ലൊരു ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് പലരും പല അഭിപ്രായങ്ങളും പറയാൻ ചാൻസ് ഉണ്ട്. ഇന്ന ജോലിക്ക് പോകണം, അല്ലെങ്കിൽ മറ്റേ ജോലിക്ക് പോകണം, മറിച്ച ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് പല 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 അഭിപ്രായങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ടോട്ടലി ഇതിട്ട് കൺഫ്യൂസ് ആവും. ഞാൻ എന്ത് ചെയ്യും, ഇനി എന്ത് ജോലിക്ക് ഞാൻ പോകണം, എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, ഇനി എൻ്റെ ഭാവി എന്തുവാകും എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസോട് കൂടിയിട്ടാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്, അല്ലേ? അപ്പം നിങ്ങളോട് പറയാം, നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം, നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പ്രൊഫഷനായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒരു +2 കഴിയുന്ന ആ ഒരു ടൈം മുതൽ തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്ത് മൈൻഡിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ജോലിക്ക് വേണ്ടി തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലരും പലതും പറയുന്നത് കേട്ടിട്ട് ഇന്ന ജോലിക്ക് വേണ്ടി പോകാൻ നിങ്ങൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ സ്പോയിലായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് മറ്റുള്ളവരോടൊക്കെ ചോദിച്ചോ, അല്ലെ പല സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ അറിഞ്ഞതിന് ശേഷം ആ ജോലിയെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ എന്താവും, എൻ്റെ ലൈഫ് എങ്ങനെയാവും, എങ്ങനെ അത് പഠിക്കാൻ പറ്റും എന്നുള്ളത് കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം ആ ജോലിയിലേക്ക് തിരിക്കുക. പിന്നെ ക്യാഷ് ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല, അത് ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പ്രേമം വരും, പ്രണയം വരും, കോളേജിൽ പോവും, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. നിങ്ങൾ പ്രേമിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ പ്രേമം അതും ഇതും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് നടക്കും, ലൈഫ് മൂഞ്ചി പോവും. ഇതൊന്നും അല്ല ലൈഫ്. ഒരു 30 വയസ്സിനുള്ളിൽ മാക്സിമം നിങ്ങൾ സെറ്റിൽഡ് ആവാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ പാഷൻ എന്താണോ ആ പാഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ജോലി തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ? എന്നിട്ട് എനിക്ക് 32 വയസ്സായി. ഞാൻ ആദ്യമേ പറയാം, നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് 32 വയസ്സായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ പഠിച്ചു വെച്ച കുറേ പാഠങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ നിർബന്ധിക്കുക. ഒരു 20, 21, 22, 24 ആ ഏജിലൊക്കെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നടക്കും. പക്ഷെ നിങ്ങൾ ഉടനെ എങ്ങും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങൾ സ്റ്റേബിളായിട്ട്, നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങളൊന്ന് സെറ്റായതിനു ശേഷം, അല്ലെ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടാക്കിയതിന് ശേഷം, അല്ലെ അങ്ങനെ ഒരു ജോലി നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഓക്കെ? ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 30 വയസ്സിനുള്ളിൽ നിങ്ങൾ ഫൈനാൻഷ്യലി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് പാഷനുള്ള നിങ്ങളൊരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കരിയർ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ടോട്ടലി മൂഞ്ചും. ഇതിനിടയ്ക്ക് പ്രേമം, പ്രണയം, അമർന്നാൻ കട്ട എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ നടക്കരുത്. മൂഞ്ചാൻ ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമാണ്. അതിങ്ങനത്തെ വേർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നില്ല, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം നിങ്ങളുടെ കരിയർ ഉയർത്തി കൊണ്ടുവരിക, ക്യാഷ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, നല്ലൊരു ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലരും പറയുന്ന അഭിപ്രായങ്ങൾ, വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഒന്നാമതേ പഠിച്ചു നോക്കുക. അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരാൾ പറയും ഇന്ന ജോലിക്ക് പോവാം, ഒരെണ്ണം ഇന്ന ജോലിക്ക് പോവുക, ഒരെണ്ണം ആ ജോലിക്ക് പോവുക, അത് ബെറ്റർ ആയിരിക്കും, കുറേ ക്യാഷ് ഉണ്ടാക്കും. ടോട്ടലി നിങ്ങളുടെ വീട്ടുകാരെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അവർ മോനെ ഇന്ന ജോലി പോകും, നീ തൊഴിൽ പഠിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പാഷനുള്ള ജോലി മാത്രം കണ്ടുവെക്കുക.
ഓക്കെ, അതിനുവേണ്ടി മാത്രം ട്രൈ ചെയ്യുക. വേറെ ഏതൊരു ഫീൽഡിൽ നിങ്ങൾ ചെന്ന് പെട്ടു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പാഷനുള്ള, നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുന്ന ജോലി മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനനുസരിച്ചിട്ടുള്ള പഠിത്തം നിങ്ങൾ +2 കഴിയുന്ന ടൈം മുതൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പല ഫീൽഡിൽ പോയി അനുഭവിച്ചറിഞ്ഞതിൻ്റെ പേരിലാണ് ഞാനീ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ വന്നോളൂ. പിന്നെ എന്ത് ചെയ്താലും ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കി നമ്മളൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. കല്യാണം ഒന്നുമല്ല വലിയ കാര്യം, ഞാൻ പറയുകയാണ്. അപ്പം ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ജീവിക്കണ്ടേ, അതിന് ക്യാഷ് വേണ്ടേ. അപ്പം ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ജോലി ബിൽഡ് ചെയ്തെടുക്കുക. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്കൊരു 10-20,000 രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യുക. ഇതിൽ കുറഞ്ഞ ക്യാഷ് കുറച്ച് കിട്ടുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഭയങ്കര പാടായിരിക്കും, എഫർട്ട് ഇടേണ്ടി വരും നമ്മൾ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട്. സോ 30 വയസ്സിനുള്ളെങ്കിലും നിങ്ങൾ സെറ്റിൽഡ് ആവാൻ വേണ്ടിയിട്ട് നോക്കിക്കോ, ഇല്ലെന്നുണ്ടെങ്കിൽ പാടുപെടും. ഓക്കെ, ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മെയിനായിട്ട് നിങ്ങളുടെ കരിയർ വളർത്തിക്കൊണ്ടുവരിക. ചുമ്മാ ഓളം അടിച്ച് അതിൽ ഇതുവഴി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് പണി കിട്ടും. ഓക്കെ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ആ പഠിത്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി, അത് മെയിനായിട്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്. 5 മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇതിൽ ചുറ്റി പറഞ്ഞ 5-ൽ കൂടുതൽ വരും. പക്ഷെ മെയിനായിട്ട് നിങ്ങളുടെ കരിയർ ഉയർത്തിക്കൊണ്ടുവരിക, ക്യാഷ് സമ്പാദിക്കുക. 30 വയസ്സിനുള്ളിൽ ചുമ്മാ പ്രേമം ഇതെന്നും പറഞ്ഞൊക്കെ നടക്കാതെ നിങ്ങളുടെ കരിയർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. നല്ല ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള ജോലി സമ്പാദിക്കുക. ദാറ്റ്സ് ഓൾ. മറ്റുള്ളവർ പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ വെക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയുക. പല അഭിപ്രായങ്ങളെ കേട്ട് ചെവിക്കൊണ്ട് വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം അത് നിങ്ങളെ തന്നെ കൺഫ്യൂഷൻ ആക്കും. നിങ്ങൾക്ക് ഉറപ്പുള്ള, നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, എങ്ങനെ പോയാലും 30 വയസ്സിനുള്ളിൽ നിങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റിൽഡ് ആയി വരിക. ദാറ്റ്സ് ഓൾ. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഭാവി ജീവിതം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് എല്ലാ ദിവസവും കാണാം.